ഗുഡ് മോർണിംഗ്. ഇന്നാണെങ്കിൽ എനിക്ക് ഈവനിങ് ഡ്യൂട്ടി ആട്ടോ. അപ്പം ഉച്ചയ്ക്ക് പോയാൽ മതി. അപ്പോൾ രാവിലെ മുറ്റമൊക്കെ അടിച്ച് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് അതാട്ടോ ഇന്നത്തെ പരിപാടി. നമ്മുടെ വീട്ടിലെ മോർണിംഗ് വ്യൂ ആണിത്. ഇതാണ് നമ്മുടെ കോവയ്ക്ക സ്ഥലം. ഇവിടെയാണ് നമ്മുടെ കിളിയുടെ കൂട്. നമുക്ക് തോരനും മെഴുക്കുവരട്ടിക്കൊക്കെ കോവയ്ക്ക ഇവിടുന്ന് പറിച്ചാൽ പെട്ടെന്ന് ഇപ്പം ഈ ഉച്ചയ്ക്ക് കൊണ്ടുപോകാൻ വേറെ ഒന്നും ഇല്ലെങ്കിൽ മമ്മി കോവയ്ക്ക മെഴുക്കുവരട്ടിയും പിന്നെ മീനച്ചാറും മമ്മി ഫ്രിഡ്ജിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. മീനച്ചാറും ചമ്മന്തിയൊക്കെ മുട്ടയൊക്കെ പൊരിച്ച് ചമ്മന്തിയൊക്കെ അരച്ച് തരും. നല്ല ടേസ്റ്റാണ്. എത്ര നാളായി മമ്മി പന്തൽ ഇങ്ങനെ കെട്ടി തുടങ്ങിയിട്ട്? 5-6 മാസമായി. നമുക്ക് ഇതിന് ഒത്തിരി കോവയ്ക്ക കിട്ടും കേട്ടോ. നമ്മൾ പുറത്തൊക്കെ കൊടുത്ത് പൈസ വാങ്ങും. ഒത്തിരി ചോദിക്കും അല്ലേ മമ്മി? എന്താ പഴുത്ത കോവയ്ക്ക വിത്തൊക്കെയുള്ള കുറച്ചൊക്കെ പഴുത്ത് വീഴും. ഇവിടെ ഇതാണ് നമ്മുടെ കിളിക്കൂട് കേട്ടോ. ഇവിടെ കോവയ്ക്ക നിൽപ്പുണ്ട്. നമ്മൾ ഇത്രയും വലുതായിട്ടും പറിക്കാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരു ബുദ്ധിമുട്ടാവും. പക്ഷേ ഇപ്പം നമ്മൾ കോവയ്ക്ക പറിക്കാൻ വന്നപ്പം പറഞ്ഞിറങ്ങിപ്പോയി. അപ്പോൾ അവർ പോയിട്ട് വരുന്നതിന് മുമ്പേ കോവയ്ക്ക പറിക്കണമല്ലോ. അത് നോക്കിയില്ല. കിളിക്കകത്ത് മുട്ട ഉണ്ടോയെന്ന് അറിയത്തില്ല. മുട്ട ഇടാൻ വേണ്ടിയാണ് അവർ. കാണാൻ പറ്റത്തില്ലല്ലേ അമ്മി മുട്ട ഉണ്ടോയെന്നില്ല. ഇടയ്ക്ക് വെച്ച് ഇവിടെ ശബ്ദമൊക്കെ ഉണ്ടായപ്പോൾ ഒരു പോയതാണ് ഇവിടുന്ന്. പിന്നെ വീണ്ടും വന്ന് ഇവിടെ താമസിച്ചത്. ഇപ്പം നമ്മൾ ഇത് പൊക്കി വെച്ചിരുന്നതാണ്. ഇങ്ങനെ താങ്ങ് കിടക്കാതെ വെച്ച് പൊക്കി വെച്ചിരുന്നത്. ഇപ്പം നമ്മൾ താത്തപ്പോഴത്തേക്കും കിളി ഇറങ്ങിപ്പോയി. അതുകൊണ്ട് ആ സൈഡിൽ ഒത്തിരി നിൽപ്പുണ്ട്. അവരവിടെ കൂട് വെച്ചേക്കുന്നത് നമ്മൾ അവരെ ഡിസ്റ്റർബ് ചെയ്യേണ്ട എന്ന് വിചാരിച്ചാണ് ഞങ്ങൾക്ക്. അരക്കൊട്ട കോവയ്ക്കുണ്ട്. ഇലയും തോരൻ വെക്കും. പിന്നെ താഴോട്ട് പോകുമ്പം ആനക്കൊമ്പം വെണ്ടയ്ക്ക. ആനക്കൊമ്പം വെണ്ടയ്ക്ക. ഇത് നമുക്ക് ഒന്നും കൂടെ ഉണ്ട്. ഏലക്ക ഉണ്ട് നമ്മുടെ വീട്ടിൽ. ഏലക്ക, പിന്നെ ലേഡി കപ്പയ്ക്ക. അപ്പം അടുത്തു കേട്ടോ. പേരയ്ക്കൊക്കെ ഉണ്ട്. പേരയ്ക്ക നമ്മൾ കവർ ഇട്ട് വച്ചേക്കുക. കാരണം ഇവിടെ കുരങ്ങൻ വരും എപ്പോഴും. കവറൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് പേരയ്ക്കയിൽ കേട്ടോ. ഇതെല്ലാമാണ് ഞങ്ങളുടെ അയ്യത്ത് നിന്ന് കിട്ടിയത്. അടുത്ത വീഡിയോ ഞങ്ങളുടെ കോഴി ഫാം കാണിക്കുന്നതായിരിക്കും.